കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടില്ല. അതിന് കാരണം തന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ലാപ്ടോപ്പ് കേടായതുകൊണ്ടാണ്. അത് നന്നാക്കാനായി 2025 നവംബർ 26 പെരുമ്പാവൂർ മൈജി ഫ്യൂച്ചറിൽ ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നു. അന്ന് വൈകിട്ട് ലാപ്ടോപ്പ് ഫാൻ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ വന്നതല്ലാതെ 3-4 ദിവസങ്ങൾ ആയിട്ടും ഒരു അപ്ഡേറ്റും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ലാപ്ടോപ്പ് തിരികെ വാങ്ങിക്കാൻ ചെന്നു. ഞാൻ ലാപ്ടോപ്പ് വാങ്ങി തിരികെ എത്തിയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാക്കി ഭാഗം പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡി ഫുള്ള് രണ്ടായിട്ട് വിടർന്നു പോകുന്ന അവസ്ഥയിലായി. മൈജിയിൽ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടില്ല, എൻ്റെ തെറ്റാണെന്ന് അവർ വാദിച്ചു. അവസാനം അവർ നന്നാക്കി തരാം എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് വിളിച്ചു. ഞാൻ ലാപ്ടോപ്പ് കൊടുത്ത് തിരിച്ചെത്തി. 3-4 ദിവസങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതേയില്ല. അവസാനം നേരിട്ട് ചെന്നപ്പോൾ സോറി പറച്ചൽ. ഞാൻ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് പാവപ്പെട്ട പലരും ഇവരുടെ സ്ഥാപനത്തിൽ വരും, അവരെ പറ്റിച്ച് കാശുണ്ടാക്കലായിരിക്കും ഇവരുടെ മെയിൻ പരിപാടിയെന്ന്. അങ്ങനെ ഞാൻ ഇവരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. ഇവർ ചെയ്ത ഡിസ്കൗണ്ട് ഓഫർ സെയിൽ, സ്കാംസ്, കസ്റ്റമർ സർവീസ് ഇഷ്യൂസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മൈജിയെ പറ്റി ഞാൻ കേട്ടു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങൾ പോലും ഒരു പ്രമുഖ വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരേ ഒരു കമ്പനിയുടെ പരസ്യം മാത്രമേ ഒരിക്കലും നിൽക്കാതെ കാണാനുള്ളൂ. മൈജി ഫ്യൂച്ചർ. പത്രത്തിലെ ഫ്രണ്ട് പേജ്, ടിവിയിലെ ടൈറ്റിൽ സ്പോൺസറിങ്, KSRTC, റെയിൽവേ സ്റ്റേഷൻ, ബിൽ ബോർഡ്സ്, ഹോൾഡിംഗ്സ്, FM റേഡിയോ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തുടങ്ങി എവിടെയൊക്കെ പരസ്യം ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം കുത്തി നിറച്ച് പരസ്യങ്ങൾ ചെയ്യുന്ന വേറൊരു സ്ഥാപനവും ഉണ്ടാകില്ല. അതാണ് മൈജി. ഇവരുടെ അളവില്ലാത്ത പരസ്യത്തിന്റെ പണം കൈപ്പറ്റുന്ന ഒരു ചാനലും പത്രമാധ്യമങ്ങളും ഇവർക്കെതിരെ സംസാരിക്കില്ല. കേസുകൾ പലതും ഉണ്ടായിട്ടും ഒരു വാർത്ത പോലും ആരും പുറത്തുവിട്ടിട്ടില്ല. അവരുടെ ബ്രാൻഡിന്റെ വലിപ്പം കൊണ്ട് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ അവരെന്ത് വൃത്തികേട് കാട്ടിയാലും അത് കൊടുക്കില്ല എന്ന ആത്മവിശ്വാസമാണ്. അത് മൈജിയുടെ കാര്യത്തിൽ മാത്രമല്ല, പരസ്യം വാരിക്കോരി കൊടുക്കുന്ന ബ്രാൻഡുകൾ ഒന്നും എന്തെല്ലാം വൃത്തികേടുകൾ കാട്ടിയാലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. വാസ്തവത്തിൽ അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയല്ല മിക്ക ബ്രാൻഡുകളും പരസ്യം ചെയ്യുന്നത്, നേരെ മറിച്ച് അവരുടെ വൃത്തികേടുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ്. വ്യക്തിബന്ധങ്ങളിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനം വെറും കച്ചവടം മാത്രം ലക്ഷ്യമിടുന്ന ഒരു യന്ത്രമായി മാറി. പഴയ ആ കരുതലിന് പകരം ടാർഗറ്റുകളും EMI കണക്കുകളും ഫോൺ വിളിച്ചാൽ എടുക്കാത്ത കസ്റ്റമർ കെയറുകളും സ്ഥാനം പിടിച്ചു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. കേരളം അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ചപ്പോഴും സ്വന്തം മനസാക്ഷി നഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡിനെയാണ് നമ്മൾ കാണുന്നത്. വിശ്വസിച്ച് കടയിൽ കയറിയ വയോധികർ വഞ്ചിക്കപ്പെടുന്നു, നീതിക്കായി കോടതി കയറേണ്ടി വരുന്നു. ഇതൊരു വാഷിംഗ് മെഷീൻ കിട്ടാത്തതിൻ്റെയോ ഓഫർ ലഭിക്കാത്തതിൻ്റെയോ മാത്രം കഥയല്ല. അതിരുകളില്ലാത്ത ആർത്തിക്ക് ഒരു സ്ഥാപനം എന്ത് വില കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. കേരളത്തിലെ ഓരോ ഉപഭോക്താവും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു പ്രസ്ഥാനം വളർന്നു വലുതാകുമ്പോൾ സാധാരണക്കാരനെ ഗൗനിക്കാത്ത വിധം അവർ അഹങ്കാരികളാകുമോ എന്ന്. ഇതൊരു സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിൻ്റെയും ഒപ്പം അതിൻ്റെ അടിത്തറയിൽ വീണ വിള്ളലുകളുടെയും എനിക്ക് വ്യക്തിപരമായി സംഭവിച്ച കുറച്ച് അനുഭവങ്ങളുടെയും ഇരുണ്ട വശങ്ങളുടെ കാലം പറഞ്ഞ കഥയാണ്. നമ്മൾ സെപ്റ്റംബർ 2-ാം തീയതി ഇവിടുന്ന് ലാപ്ടോപ്പ് എടുക്കുന്നത്. അത് മോൻ ബിടെക് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ ആണ്. അവന്റെ എക്സാമിന്റെ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ PMI ലാപ്പ് എടുത്തത്. ഫസ്റ്റ് അടവ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലാപ്പ് എടുത്തു. സെപ്റ്റംബർ 2-ന് എടുത്ത ലാപ്പ് സെപ്റ്റംബർ 20-ാം തീയതി. ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ടായില്ല, മോനെ എക്സാം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഹാഫ് അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്പ് ഓഫായി, ഡിസ്പ്ലേ ഓഫായി. ലാപ്പ് ഓഫല്ല, ഡിസ്പ്ലേ തന്നെ ഓഫായി പോയി. പിന്നെ ഡിസ്പ്ലേ അനങ്ങുന്നില്ല, പക്ഷെ ലാപ്പ് ഓണിലിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയായിരുന്നു, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇത് ക്ലോസ് ആയിരുന്നു. ഇവരോട് വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതിന്റെ ചാർജ് ഇറങ്ങിപ്പോയി. നമ്മൾ വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അവർ പറഞ്ഞു പുതിയത് എടുത്തപ്പോൾ അതിൽ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ, ബാലൻസ് കിടപ്പുണ്ട്, അതിന്റെയാന്ന് പറഞ്ഞു. അവർ അപ്ഡേറ്റ് ചെയ്ത് അപ്പൊ തന്നെ സാധനം തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുക. അത് ആ ചാർജ് തീരുന്ന വരെ ലാപ്പ് ഓൺ ആയിരിക്കും. ഡിസ്പ്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകും. നമ്മൾ ഇവർക്കിടയിൽ വീണ്ടും കൊണ്ടു കൊടുത്തു. അന്നേരം കൊണ്ട് ഇവർ വീണ്ടും സർവീസിന് വിട്ടില്ല. അത് കഴിഞ്ഞത് യൂസ് ചെയ്തു. മൂന്നാമത് പിന്നെയും ഇത് കംപ്ലൈന്റ് വന്നു. ഒരാഴ്ച തരുന്നെങ്കിൽ പിന്നെയും കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മൾ കൊണ്ടുവന്നു. അന്നാ ചേട്ടൻ നമുക്ക് പ്രോമിസ് ചെയ്തു ഇനി ഇതിനൊരു ഇഷ്യൂ വന്നാൽ
റീപ്ലേസ്മെന്റ് ആണ്. ഇനി നമ്മൾ സംസാരിക്കുന്നൊന്നുമില്ല ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു DOI വിടാം, അങ്ങനെ ഇങ്ങനെയാ റീപ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ ലാപ്പ് പിന്നെയും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആയി. അപ്പൊ അന്ന് നമ്മുടെ അടുത്ത് വന്ന ശരത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വന്നത്. ആള് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിന്റെ ഹെഡ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് നമ്പർ തന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞ് ഇഷ്യൂ വന്ന് നമ്മൾ ഈ ശരത്ത് എന്ന് പറയുന്ന ചേട്ടനെ ഞാൻ വിളിച്ചു. രാത്രി വിളിച്ച കാര്യം പറഞ്ഞു. ആളിന്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഞാൻ വിളിക്കാം, അപ്പൊ ലാപ്പ് കൊണ്ട് വന്നാൽ മതി, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ആളുടെ അടുത്ത് 5 വട്ടം എടുത്ത് ചോദിച്ചു, ചേട്ടാ വിളിക്കില്ല, കാരണം നമ്മൾ വിളിച്ചവരാരും ഫോൺ എടുക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, ആൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ വിളിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വിളിച്ചു, കിട്ടിയില്ല. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഈ 2 ആഴ്ച ഗ്യാപ്പിൽ ഒരു 4-5 വട്ടം ലാപ്പ് ഓഫായി പോയി. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ലാപ്പ് എടുത്തു വെച്ചു, യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇനി റീപ്ലേസ്മെന്റ് ആണ്, നിങ്ങൾ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ, ബോക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതാക്കി. പിറ്റേന്ന് കൊടുത്തു വന്ന ലാപ്പ് പിറ്റേന്ന് നമ്മളെ പിന്നെയും സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു. അവർ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുന്ന സെയിം ചോദ്യം, എന്താണ് പ്രശ്നം, ഇതാണോ പ്രശ്നം, അതാണോ, അവർ നോക്കിയിട്ട് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെയിം. അപ്പൊ ഞങ്ങൾ പിന്നെയും ഇവിടെ വിളിച്ച് അവരുടെ അന്വേഷിച്ചു. റീപ്ലേസ് പറഞ്ഞ സാധനം സർവീസ് സെന്ററിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക്. അപ്പോൾ ഇവർ പറയാ നമുക്ക് റീപ്ലേസ്മെന്റിന് ഒരു ഓപ്ഷൻ ഇല്ല, റീപ്ലേസ്മെന്റ് അവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. സർവീസ് സെന്ററിലേക്ക് വിളിച്ച് റീപ്ലേസ്മെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും റീപ്ലേസ് ചെയ്യേണ്ടത് ഇവരാണ്, അവർക്ക് റീപ്ലേസ്മെന്റ് അവർക്ക് ആകെ 1 ഇയർ വാറന്റി ഒരു ഓപ്ഷനേ ഉള്ളൂ, അല്ലാണ്ട് റീപ്ലേസ്മെന്റ് ഒരു ഓപ്ഷൻ അവർക്കില്ല. വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ തുക, അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് 2 മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും. ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഹാജരാക്കാൻ പറ്റും. മൈജിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണത്. നമ്മുടെ Insta360 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയാണത്. അത് മൈജിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്. അതായത് ഒരു അറൗണ്ട് 29,000-30,000 റുപ്പീസ് അടുത്ത് വരുന്ന ഒരു ക്യാമറയാണത്. ഞാനിത് വാങ്ങി 2ാമത്തെ ദിവസം മുതൽ ഈ സാധനം വർക്കിംഗ് അല്ല. അതായത് മാക്സിമം എനിക്ക് 5 മിനിറ്റിൻ്റെ അടുത്ത് പോലും വീഡിയോ എടുക്കാൻ ഇതിൽ പറ്റുന്നില്ല. ഇത് സാധനം ഹീറ്റ് ആവുക, അതുപോലെ തന്നെ ഓഫായി പോവുക, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഈ സാധനത്തിനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൈജിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വന്നോളൂ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു മൈജിക്കാർ. അപ്പോൾ ഞാൻ അവരെ അടുത്ത് ചെന്നു. എന്നിട്ട് ഈ സാധനം കൊണ്ട് ചെന്നപ്പോൾ അവർ പറയണത് 1 മന്ത് അതല്ല എന്നുണ്ടെങ്കിൽ 2 മാസം വരെ സമയമെടുക്കും ഇത് ശരിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ, കാരണം ഇതിൻ്റെ സർവീസ് സെൻ്ററും കാര്യങ്ങളും അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കാരണം 2ാമത്തെ ദിവസമാണ് വാങ്ങി, ഫസ്റ്റ് ഡേ ഉപയോഗിച്ചു. അതായത് ഉപയോഗിക്കാൻ തുടങ്ങിയ 2ാമത്തെ ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ ഫസ്റ്റ് ഡേ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ സാധനം ഹീറ്റ് ആവലും അതുപോലെ തന്നെ ഓഫായി പോകലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് മാറ്റി തന്നൂടെ ചോദിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫണ്ട് റിട്ടേൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മാറ്റി തരാനും കഴിയില്ല, ഫണ്ട് റിട്ടേൺ തരാനും കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അവർ സർവീസ് ഉണ്ട്, വാറണ്ടിൻ്റെ കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പൈസ 30,000 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സംഭവം വാങ്ങുന്നത്. അപ്പോൾ ഈ സാധനം വാങ്ങിയത് എനിക്ക് ഒരു ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. ഈ സാധനം വാങ്ങി ഇപ്പോൾ ഇതൊരു 1 മന്തോളം ആയിട്ടുണ്ട്. അവർ എന്നോട് ഇടയ്ക്ക് വരാൻ പറയും, അപ്പോൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ പറയും ഒരു കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ 1 മാസത്തോളം ഞാൻ അവരെ പിന്നാലെ തന്നെ നടന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അവസാനം ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞാനിപ്പോൾ കൺസ്യൂമർ കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വർഷം 2023 ഫെബ്രുവരിയിലെ ഒരു ഉച്ചനേരം കൊച്ചി മാലിപ്പുറം സ്വദേശിയായ 62-കാരൻ മാനുവൽ വിൻസെന്റ് വലിയ പ്രതീക്ഷയോടെയാണ് മൈജി ഫ്യൂച്ചറിന്റെ പുതുതായി തുടങ്ങിയ ഷോറൂമിലേക്ക് കയറി ചെന്നത്. എയർ കണ്ടീഷനിന്റെ തണുപ്പും സ്റ്റീൽ പാത്രങ്ങളുടെ തിളക്കവും അത്യാധുനികമായ സംവിധാനങ്ങളും നിറഞ്ഞ ആ കടയിലേക്ക് കയറുമ്പോൾ മറ്റു ആയിരക്കണക്കിന് മലയാളികളെ പോലെ അദ്ദേഹം വിശ്വസിച്ചത് അവിടെ നടക്കുന്നത് ന്യായമായ കച്ചവടമാണെന്നാണ്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ വിശ്വാസം തകർന്നുടഞ്ഞു. അത് മോഷണം കൊണ്ടായിരുന്നില്ല, മറിച്ച് പരസ്യങ്ങളിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരെ കബളിപ്പിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ നമ്പർ ഗെയിം ചതിയായിരുന്നു അത്. വിൻസെന്റ് അവിടെ എത്തിയത് ഒരു 10 ലിറ്റർ ബിരിയാണി പോട്ട് വാങ്ങാനായിരുന്നു. വീട്ടിൽ ആഘോഷങ്ങൾ വരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ അത്യാവശ്യമായിരുന്നു ആ ബിരിയാണി പോട്ട്. മലയാള മനോരമ പത്രത്തിൽ കണ്ട മൈജിയുടെ ഒരു പരസ്യമാണ് അദ്ദേഹത്തെ മൈജിയിലേക്ക് എത്തിച്ചത്. പരസ്യം ആരെയും കൊതിപ്പിക്കുന്നതായിരുന്നു. 64% ഡിസ്കൗണ്ട്, 3299 രൂപ വിലയുള്ള പാത്രം വെറും 1199 രൂപയ്ക്ക് ലഭിക്കുന്നു. വിൻസെന്റിനെ പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇതൊരു വലിയ ലോട്ടറി ആയിരുന്നു. വിലക്കയറ്റത്തിന്റെ കാലത്ത് ഇത്രയും വലിയൊരു ലാഭം കിട്ടുന്നത് ആരെയാണ് സന്തോഷിപ്പിക്കാത്തത്? 2023 ഫെബ്രുവരി 11 അദ്ദേഹം ആ പർച്ചേസ് നടത്തി. 1199 രൂപ നൽകി അദ്ദേഹം ബിരിയാണി പോട്ടുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആ ബില്ലിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ചതി അദ്ദേഹം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തി ബിൽ പരിശോധിച്ചപ്പോഴാണ് വിൻസെന്റ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. പത്ര പരസ്യത്തിൽ പാത്രത്തിന്റെ ഒറിജിനൽ വിലയായി കാണിച്ചിരുന്നത് 3299
രൂപയായിരുന്നു. എന്നാൽ ബില്ലിൽ യഥാർത്ഥ വില വെറും 1890 രൂപ മാത്രം. അതായത് 64% ഡിസ്കൗണ്ട് എന്നത് പച്ചക്കള്ളമായിരുന്നു. ഇല്ലാത്തൊരു വലിയ വില, അതായത് 3299 കാണിച്ച് അതിൽ നിന്ന് കുറവ് ചെയ്ത് എന്ന് വരുത്തി തീർത്ത് 1199 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു അവർ. യഥാർത്ഥത്തിൽ 1890 രൂപയുടെ സാധനത്തിന് 64% ഓഫർ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിലും എത്രയോ കുറഞ്ഞ വിലയ്ക്ക് അത് ലഭിക്കുമായിരുന്നു. ചുരുക്കത്തിൽ ഇല്ലാത്ത ഓഫറിന്റെ പേരിൽ 519 രൂപ അദ്ദേഹം അധികമായി നൽകേണ്ടി വന്നു. ഈ ചതി ചോദ്യം ചെയ്യാൻ അദ്ദേഹം വീണ്ടും കടയിലെത്തി. എന്നാൽ അവിടെ ലഭിച്ച സ്വീകരണം വേദനിപ്പിക്കുന്നതായിരുന്നു. തെറ്റിദ്ധരുത്തുന്നതിന് പകരം ജീവനക്കാർ അദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറി. പ്രായമായ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും അവിടെ ഉണ്ടായില്ല. തോറ്റു പിന്മാറാൻ വിൻസെന്റ് തയ്യാറല്ലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 25-ന് അദ്ദേഹം മൈജിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. പറ്റിച്ച പണം തിരികെ വേണമെന്നും തെറ്റായ പരസ്യം നൽകിയതിന് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ മൈജിയുടെ ഭാഗത്തു നിന്നും കനത്ത മൗനം മാത്രമാണ് മറുപടിയായി ലഭിച്ചത്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരൊറ്റ ഫോൺ കോൾ പോലും വന്നില്ല. നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന ധിക്കാരമായിരുന്നു ആ മൗനത്തിന് പിന്നിൽ. മറ്റൊരു വഴിയുമില്ലാതെ നീതി തേടി വിൻസെന്റ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷനെ സമീപിച്ചു. വിൻസെന്റിന്റെ കേസ് വെറും ഒരു 519 രൂപയുടെ പ്രശ്നമായിരുന്നില്ല. അത് കേരളത്തിലെ റീറ്റെയിൽ വിപണിയിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ ഉദാഹരണമായിരുന്നു. സാധനങ്ങൾക്ക് ഭീമമായ വില ഒറിജിനൽ പ്രൈസ് ആയി കാണിക്കുക, എന്നിട്ട് അത് വെട്ടി ഓഫർ പ്രൈസ് എഴുതുക. യഥാർത്ഥത്തിൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തന്നെയാകും അതിന്റെ ശരിയായ മാർക്കറ്റ് വില. വിൻസെന്റിനെ പോലെയുള്ള പഴയ തലമുറയിലെ ആളുകൾ പത്രപരസ്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസത്തെയാണ് ആധുനിക കച്ചവട തന്ത്രങ്ങൾ ചൂഷണം ചെയ്യുന്നത്. മൈജി പോലെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു പന്തലിച്ച ഒരു സ്ഥാപനം വളർന്നത് ഇത്തരം കൗശലങ്ങളിലൂടെയാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2024 വിധി വന്നു. കമ്മീഷന്റെ വിധി വിൻസെന്റിന് അനുകൂലമായിരുന്നു. മൈജി ഫ്യൂച്ചർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കോടതി വിധിച്ച ശിക്ഷ ഇങ്ങനെയായിരുന്നു: 1. വിൻസെന്റിൽ നിന്ന് അധികമായി ഈടാക്കിയ 519 രൂപ തിരികെ നൽകണം. 2. ഉപഭോക്താവിനുണ്ടായ മാനസിക വിഷമത്തിന് 10,000 രൂപ നഷ്ടപരിഹാരം നൽകണം. 3. കോടതി ചെലവിലേക്ക് 5,000 രൂപ നൽകണം. 4. ഇനിമേലിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുത്. ഉപഭോക്താവിന്റെ അന്തസ്സിനെയും അവകാശങ്ങളെയും ഹനിക്കുന്ന ഇത്തരം പ്രവർത്തികൾ വിപണിയിലുള്ള വിശ്വാസം തകർക്കും എന്ന് കോടതി നിരീക്ഷിച്ചു. വിൻസെന്റിന്റെ കേസ് നടക്കുമ്പോൾ തന്നെ കോഴിക്കോട് മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. മൈജി ഫ്യൂച്ചറിൽ നിന്ന് TV വാങ്ങിയ ഒരാൾക്ക് ലഭിച്ചത് കേടായ TV ആയിരുന്നു. നന്നാക്കാൻ കൊടുത്ത TV തിരികെ ലഭിച്ചില്ല. ആഴ്ചകളും മാസങ്ങളും കാത്തിരുന്നിട്ടും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അവിടെയും ഉപഭോക്തൃ കോടതി ഇടപെടേണ്ടി വന്നു. TV നന്നാക്കി നൽകാതെ പിടിച്ചുവെച്ചത് സേവനത്തിലെ വലിയ വീഴ്ചയാണെന്ന്, അതായത് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് എന്ന് കോടതി കണ്ടെത്തി. സെപ്റ്റംബർ 1-ന് കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്ന് ഒരു ഉപഭോക്താവ് സാംസങ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങി. പണം മുഴുവൻ അടച്ചു. 3 ദിവസത്തിനുള്ളിൽ ഡെലിവറിയും ഇൻസ്റ്റാളേഷനും സൗജന്യമായി നൽകുമെന്ന് ഉറപ്പും ലഭിച്ചു. സെപ്റ്റംബർ 4-നകം പുതിയ മെഷീൻ വീട്ടിലെത്തുമെന്ന് കരുതി അവർ മടങ്ങി. 4-ാം തീയതിയായി ആരും വന്നില്ല, വിളിച്ചില്ല. 5-ാം ദിവസം കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു. ലൈൻ തിരക്കിലാണ്, അല്ലെങ്കിൽ ആരും എടുക്കുന്നില്ല. 6-ാം ദിവസം എങ്ങനെയോ ഒരാളെ കിട്ടി. ക്ഷമാപണമില്ല, മറിച്ച് ഒരു ചെറിയ തെറ്റുപറ്റി എന്ന നിസ്സാര മറുപടി. എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ഞായറാഴ്ച എന്ന് മറുപടി. ഞായറാഴ്ച അസൗകര്യമാണെന്ന് ഉപഭോക്താവ് നേരത്തെ അറിയിച്ചിരുന്നതാണ്. സെപ്റ്റംബർ 11-ന് അവർ നേരിട്ട് ഷോറൂമിലെത്തി. അവിടെ വെച്ച് നേരിട്ടത് അപമാനമാണ്. സെയിൽസ് മാനേജർക്ക് തെറ്റുപറ്റിയെന്ന ഭാവമേയില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാത്തിരുന്ന ഇനി റീഫണ്ട് വേണം എന്നല്ലേ പറയുന്നത് എന്നായിരുന്നു മാനേജറുടെ പരിഹാസം. ഉപഭോക്താവ് മെഷീൻ വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ മാനേജർ വഴങ്ങിയില്ല. ഇല്ല, സാധനം അയച്ചിട്ടുണ്ട്, അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് തന്നു. ആ ഉറപ്പിൽ വിശ്വസിച്ച് അവർ മടങ്ങി. ഉച്ചയ്ക്ക് 12:42-ന് വീണ്ടും വിളിച്ചു. ഇപ്പോൾ എത്തുമെന്നായിരുന്നു മറുപടി. എവിടെ നിന്ന് വരുന്നു, ട്രാക്കിംഗ് നമ്പർ ഉണ്ടോ, ഒന്നുമില്ല. വെറും വാക്ക് മാത്രം. ഇന്ത്യ കൺസ്യൂമർ ഫോറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പരാതി കാണിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനല്ല, മറിച്ച് ഉപഭോക്താവിനെ മടുപ്പിച്ച് പിന്തിരിപ്പിക്കാനാണ് അവിടെ കസ്റ്റമർ കെയർ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നാണ്. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ എത്തിയ മറ്റൊരു കേസ് നോക്കാം. 23,490 രൂപയ്ക്ക് വാങ്ങിയ 32 ഇഞ്ച് LG TV വാറന്റി കാലയളവിനുള്ളിൽ തകരാറിലായി. നന്നാക്കാൻ കൊടുത്തു. ഒരാഴ്ചയ്ക്കകം തിരികെ നൽകുമെന്ന് പറഞ്ഞു. ഒരാഴ്ച, 2 ആഴ്ചയായി, 2 ആഴ്ച മാസങ്ങളായി. ഓരോ തവണ വിളിക്കുമ്പോഴും പാർട്സ് വരാനുണ്ട്, ശരിയാക്കുന്നുണ്ട് എന്ന സ്ഥിരം പല്ലവി മാത്രം. 1 മാസം കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതെയായപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു. മൈജിക്കും LGക്കും സർവീസ് സെന്ററിനും 3 കൂട്ടരും മറുപടി നൽകിയില്ല. ഒടുവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ പോലും അവർ ഹാജരായില്ല. തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു ആ അസാന്നിധ്യം.
കോടതി വിധി കടുപ്പമേറിയതായിരുന്നു. ഉപഭോക്താവിന് അർഹമായ സേവനം നിഷേധിച്ചതിന് ഗുരുതരമായ വീഴ്ചയാണ്, അതായത് ഗ്രോസ് ഡെഫിഷ്യൻസി ഓഫ് സർവീസ്. TV നന്നാക്കി നൽകാനും 10,000 രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. ഇവിടെയും കാണുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. വാറണ്ടി വാഗ്ദാനം ചെയ്ത് നിൽക്കുന്ന കടക്കാർ സാധനം കേടായാൽ സർവീസ് സെന്ററിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഉപഭോക്താവ് രണ്ടു കൂട്ടർക്കുമിടയിൽ പെട്ടുപോകുന്നു. മൈജിയുടെ നിബന്ധനകളിൽ ഒരു കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിർമ്മാതാവിന്റെ വാറണ്ടി കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ലഭിക്കണമെങ്കിൽ മൈജി കെയർ വഴി മാത്രമേ സർവീസ് ചെയ്യാവൂ. സാധനം വാങ്ങുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കില്ല. 2 വർഷത്തെ വാറണ്ടി എന്ന് കേൾക്കുമ്പോൾ അത് കടയുടെ ഉത്തരവാദിത്തമാണെന്ന് ഉപഭോക്താവ് കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ നിർമ്മാതാവിന്റെ വാറണ്ടിയും കടയുടെ വാറണ്ടിയും എക്സ്റ്റൻഡഡ് വാറണ്ടിയും 3 തട്ടുകളിലാണ്. ഇത് മനസ്സിലാക്കാത്ത ഉപഭോക്താവ് സർവീസ് സെന്ററുകൾ കയറി ഇറങ്ങാൻ വിധിക്കപ്പെടുന്നു. റെഡിറ്റിൽ കണ്ട മറ്റൊരു പരാതി ഇങ്ങനെയാണ്. 32 ഇഞ്ച് TV ഡെലിവറി ചെയ്തത് 2 പേർ ചേർന്ന് ഒരു സ്കൂട്ടറിലാണ്. സുരക്ഷിതമായ വാനിൽ വരേണ്ട സാധനം സ്കൂട്ടറിൽ കൊണ്ടുവന്നാൽ അത് കേടാകാൻ സാധ്യതയില്ലേ? ഇതേക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ പണം തിരികെ നൽകാൻ അവർ തയ്യാറായില്ല. പകരം സ്റ്റോർ ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്തു. അതായത് ആ പണം കൊണ്ട് അവിടെ നിന്ന് വേറെ എന്തെങ്കിലും സാധനം വാങ്ങാം. 9249001001 ഇതാണ് അവരുടെ കസ്റ്റമർ കെയർ നമ്പർ. എന്നാൽ പലപ്പോഴും ഈ നമ്പറിൽ വിളിച്ചാൽ ആരും എടുക്കാറില്ലെന്ന് പരാതിയുമുണ്ട്. എന്റെ നമ്പറിൽ നിന്നും അമ്മയുടെ നമ്പറിൽ നിന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് ഒരു ഉപഭോക്താവ് റെഡിറ്റിൽ പറയുന്നു. പരാതി പരിഹരിക്കാനുള്ള സംവിധാനം തന്നെ നിർജീവമാണെങ്കിൽ പിന്നെ ഉപഭോക്താവ് എന്തു ചെയ്യും? കോടതിയിൽ പോയി കേസ് ജയിച്ചവർക്ക് പണവും നഷ്ടപരിഹാരവും കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ അതിന് അവർ നൽകിയ വില വലുതാണ്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വക്കീൽ ഫീസ്, മാനസിക സംഘർഷം, TV ഇല്ലാതെ വീട്ടിലിരുന്ന മാസങ്ങൾ, ഒരു നല്ല ഡീൽ കിട്ടിയെന്ന് കരുതി വാങ്ങിയ സാധനം ഒടുവിൽ വലിയൊരു ബാധ്യതയായി മാറുന്നു. ഇതുകൂടാതെ ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ ഉണ്ട്. ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കൽ, വെള്ളത്തിൽ വീണ ഫോണിന്റെ ഇൻഷുറൻസ് നിഷേധിച്ചതിന് സാംസങ്ങിനും മൈജിക്കുമെതിരെ കോടതി പിഴ ചുമത്തിയതായി മാധ്യമ വാർത്തകളുണ്ട്. ഇത് തെളിയിക്കപ്പെട്ടതാണ്. റെഡിറ്റിലും യൂട്യൂബിലും നിരവധി പേർ തങ്ങളുടെ മോശം അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കസ്റ്റമർ കെയർ ഫോൺ എടുക്കുന്നില്ലെന്നും റീഫണ്ട് നൽകുന്നില്ലെന്നും പരാതികളുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പരാതി അവഗണിക്കുക. രണ്ടാമത് ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ, അതായത് സർവീസ് സെന്ററുകളുടെ തലയിൽ കെട്ടിവെക്കുക. 3 വക്കീൽ നോട്ടീസുകൾക്ക് മറുപടി നൽകാതിരിക്കുക. 4 കോടതിയിൽ ഹാജരാകാതെ വിധി വരാൻ അനുവദിക്കുക. ഇതൊരു ബിസിനസ് തന്ത്രമായിരിക്കാം. ഭൂരിഭാഗം ആളുകളും കേസിന് പോകില്ല. പോകുന്നവർക്ക് മാത്രം നഷ്ടപരിഹാരം നൽകിയാൽ മതി എന്ന ചിന്ത. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോടതിയിൽ ഹാജരാകാത്തത് കുറ്റസമ്മതത്തിന് തുല്യമാണ്. മൈജി തുടങ്ങിയ ആ പഴയ കാലത്ത് കച്ചവടം നടന്നത് വിശ്വാസം എന്ന അടിത്തറയിലായിരുന്നു. അവിടെ നിന്ന് ഫോൺ വാങ്ങുന്നവർ സംതൃപ്തരായിരുന്നു. അവർ പിന്നീട് തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവിടേക്ക് പറഞ്ഞയച്ചു. പരസ്യങ്ങളെക്കാൾ വാമൊഴി, അതായത് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു അന്ന് അവരുടെ ശക്തി. വർഷങ്ങൾ കടന്നുപോയി. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ആ ശൃംഖല വളർന്നുകൊണ്ടേയിരുന്നു. 2016 വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ആ സ്ഥാപനം മുഖം മിനുക്കി. 3G മൊബൈൽ വേൾഡ് എന്ന പേര് മാറി മൈജി, അതായത് മൈ ജനറേഷൻ എന്നായി. അതൊരു പേരുമാറ്റം മാത്രമല്ലായിരുന്നു. വെറും ഒരു മൊബൈൽ കടയിൽ നിന്ന് ലാപ്ടോപ്പുകളും ക്യാമറകളും ഗാഡ്ജറ്റുകളും വിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ഹബ്ബായി അത് മാറി. 4 ജീവനക്കാരിൽ നിന്നും തുടങ്ങിയ പ്രസ്ഥാനം ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ഒരു വൻ ശക്തിയായി മാറുകയായിരുന്നു. സ്മാർട്ട് ഫോണുകൾക്കപ്പുറം വീട്ടുപകരണങ്ങളുടെ വിപണിയിലേക്കും അവർ കടന്നു. മൈജി ഫ്യൂച്ചർ എന്ന പേരിൽ വലിയ ഷോറൂമുകൾ ഉയർന്നു. TVയും ഫ്രിഡ്ജും AC-യും വാഷിംഗ് മെഷീനും എല്ലാം ഒരു കുടക്കീഴിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100-ലധികം ഷോറൂമുകൾ, കോടികളുടെ വിറ്റുവരവും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമുള്ള ഒരു റീറ്റെയിൽ ഭീമനായി മൈജി മാറി. ഈ വലിയ വളർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. മലയാളികൾക്ക് ഏറ്റവും വിശ്വാസമുള്ള മുഖങ്ങളെ, അതായത് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും ടൊവിനെയും പോലുള്ള സൂപ്പർ താരങ്ങളെ അവർ ബ്രാൻഡ് അംബാസിഡർമാരാക്കി. വിശ്വസിക്കാം എന്ന തോന്നൽ ജനങ്ങളിൽ ജനിപ്പിക്കാൻ ഇത് സഹായിച്ചു. ഓണക്കാലത്തെ മെഗാ ഓഫറുകളും സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരങ്ങളും സമ്മാനങ്ങളും ജനങ്ങളെ ആകർഷിച്ചു. അതിനൊപ്പം കയ്യിൽ പണമില്ലാത്തവരെ കൊണ്ടുപോലും സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ എളുപ്പത്തിലുള്ള വായ്പാ സൗകര്യങ്ങളും, അതായത് EMI സ്കീംസ് അവർ ഒരുക്കി. ബജാജ് ഫിൻസർവ് പോലുള്ള കമ്പനികളുമായി ചേർന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഒരു ലളിതമായ കാര്യമായി അവർ അവതരിപ്പിച്ചു. തീർച്ചയായും ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ആയിരക്കണക്കിന് പേർക്ക് ജോലി നൽകാനും വൻകിട നഗരങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന ഷോപ്പിംഗ് അനുഭവം ഗ്രാമങ്ങളിൽ എത്തിക്കാനും മൈജിക്ക് കഴിഞ്ഞു. എന്നാൽ ഈ വലിയ വളർച്ചക്കിടയിൽ ചിലത് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഷാജിയുടെ ആ പഴയ ചെറിയ കടയിലുണ്ടായിരുന്ന നേരിട്ടുള്ള ബന്ധം, അതായത് പേഴ്സണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു. പകരം ടാർഗറ്റുകളും ലാഭക്കണക്കുകളും മത്സരങ്ങളും മാത്രമായി. പരസ്യങ്ങളുടെ വലിയ വാഗ്ദാനങ്ങളും ഷോറൂമിൽ എത്തുന്ന ഉപഭോക്താവിനെ ലഭിക്കുന്ന അനുഭവവും തമ്മിലുള്ള അകലം കൂടി വന്നു.
വിശ്വസിച്ച് വാങ്ങാമെന്ന് താരങ്ങൾ പറയുമ്പോഴും ഷോറൂമിനുള്ളിൽ നടക്കുന്ന കച്ചവടം പലപ്പോഴും മാനുവൽ വിൻസെന്റിനെ പോലുള്ളവരെ കെണിയിൽ വീഴ്ത്തുന്നതായിരുന്നു. ടാർഗറ്റ് തികയ്ക്കാൻ വെമ്പുന്ന മാനേജർമാരുടെ കൈകളിൽ ഉപഭോക്താവിന്റെ വിശ്വാസം പലപ്പോഴും ബലികഴിക്കപ്പെടുന്നു. ആ വിള്ളലുകളിലൂടെയാണ് പരാതികളും കേസുകളും ഉയർന്നു തുടങ്ങിയത്. മൈജി വിൽക്കുന്നത് വെറും ഇലക്ട്രോണിക് സാധനങ്ങളല്ല, മറിച്ച് എല്ലാം സ്വന്തമാക്കാം എന്നൊരു തോന്നലാണ്. അതായത് ഇല്യൂഷൻ ഓഫ് അഫോർഡബിലിറ്റി. മിക്കവരും ഈ മായയിൽ വീണ് സംതൃപ്തരാകുന്നു. എന്നാൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അല്ലെങ്കിൽ കണക്കുകൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഈ തിളക്കത്തിന് പിന്നിൽ ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് നിയമങ്ങളുടെയും നിബന്ധനകളുടെയും വലിയൊരു കെണിയാണെന്നാണ്. ഒരു ഉപഭോക്താവ് പണം നൽകി സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനത്തിന് അവരോടുള്ള മനോഭാവം എന്താണ്? പരാതികളും കോടതി വിധികളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് വിൽപ്പനയ്ക്ക് നൽകുന്ന പ്രാധാന്യം വിൽപ്പാനന്തര സേവനത്തിന്, അതായത് ആഫ്റ്റർ സെയിൽസ് സർവീസിന് മൈജി നൽകുന്നില്ല എന്നാണ്. അതൊരു വീഴ്ചയല്ല, മറിച്ച് ഒരു ഘടനാപരമായ പ്രശ്നമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു വ്യക്തിയുടെ വേദന മാത്രമല്ല, ചതിക്കപ്പെട്ടു എന്നതിന്റെ അമർഷം കൂടിയാണ്. മൈജി എന്ന സ്ഥാപനം ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയെന്നും സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നും നിയമപരമായി തെളിയിക്കപ്പെട്ടതാണ്. നൂറുകണക്കിന് പരാതികൾ വേറെയുണ്ട്. വിശ്വസിക്കാം എന്ന പരസ്യവാചകത്തിന് പിന്നിൽ ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് നിയമയുദ്ധങ്ങളാകാം എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. മൈജിയുടെ കഥ വെറും ഉപഭോക്താക്കളുടെ പരാതികളിലും കോടതി വിധികളിലും മാത്രം ഒതുങ്ങുന്നില്ല. 100-ലധികം ഷോറൂമുകൾ, 5000-ഓളം ജീവനക്കാർ, ഈ വിജയഗാഥയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവിതം എന്താണ്? അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തെളിയുന്നത് മറ്റൊരു ചിത്രമാണ്. മൈജി ഷോറൂമുകൾ ആഴ്ചയിൽ 7 ദിവസം പ്രവർത്തിക്കുന്നു. രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ നീളുന്ന ഷിഫ്റ്റുകൾ. ഇൻഡീഡിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂകൾ പ്രകാരം ശമ്പളം 14,000 മുതൽ 19,000 വരെയാണ്. കേരളത്തിലെ നഗരത്തിലെ ജീവിത ചെലവ് നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയല്ല. റെഡിറ്റിൽ വന്ന മറ്റൊരു വെളിപ്പെടുത്തലനുസരിച്ച് മൈജിയിൽ സെയിൽസ് സ്റ്റാഫിന് ജോലി സമയത്ത് ഇരിക്കാൻ അനുവാദമില്ല എന്നാണ്. ഉപഭോക്താക്കളോട് ബഹുമാനം കാണിക്കാനാണത്ര ഈ നിൽപ്പ് നിയമം. 10 മുതൽ 11 മണിക്കൂർ തുടർച്ചയായി നിൽക്കേണ്ടി വരുന്നവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല. നമ്മൾ മൈജി ഷോറൂമുകളിൽ കാണുന്ന എല്ലാവരും മൈജിയുടെ ജീവനക്കാരല്ല. സാംസങ്, LG, ആപ്പിൾ തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളും അവിടെയുണ്ട്. ഇതൊരു മത്സരമാണ്. ഓരോരുത്തർക്കും ടാർഗറ്റുകളുണ്ട്. ഒരു സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ഒരാളുടെ ഒരു ദിവസം നമുക്ക് സങ്കല്പിക്കാം. രാവിലെ മാനേജറുടെ വക ടാർഗറ്റ് മീറ്റിംഗ്, ഓണം വരുന്നു, എക്സ്ചേഞ്ച് ഓഫർ പരമാവധി വിൽക്കണം, 50,000 രൂപയുടെ ഫോണ്, EMI-യിൽ വിൽക്കുന്നവർക്ക് 500 രൂപ ബോണസ്. ഈ പ്രതിനിധികൾക്കറിയാം ഉപഭോക്താവിന് ലാഭം കിട്ടുന്ന ഓഫർ അല്ല ഇതെന്ന്. പക്ഷേ ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ ജോലിക്ക് ഭീഷണിയാക്കും. ഒരു വശത്ത് മാനേജർ, മറുവശത്ത് ബ്രാൻഡ് പ്രതിനിധികൾ, ഇതിനിടയിൽ ഉപഭോക്താവ്. ഒരു സാംസങ്ങിന്റെ പ്രതിനിധിയാണെന്ന് വിചാരിക്കുക. മൈജി ഷോറൂമിലാണ് ജോലിയെങ്കിലും ശമ്പളം സാംസങ്ങിൽ നിന്നാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ മൈജി ജീവനക്കാർ ഏത് ബ്രാൻഡും വിൽക്കാൻ നോക്കും. പക്ഷേ ആ പ്രതിനിധിക്ക് സാംസങ് മാത്രമേ വിൽക്കാൻ കഴിയൂ. കസ്റ്റമർക്ക് ഷവോമി മതിയാകും, കാരണം അത് വിലക്കുറവാണ്. പക്ഷേ ആ എക്സിക്യൂട്ടീവിന് സാംസങ് വിറ്റേ പറ്റൂ. ഇത് ഷോറൂമിനുള്ളിൽ ജീവനക്കാർ തമ്മിലുള്ള ഒരു നിശബ്ദ യുദ്ധത്തിന് കാരണമാകുന്നു. സ്റ്റോർ മാനേജർമാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് വരുന്ന നിർദ്ദേശം 4,000 കോടി വിറ്റുവരവ് എന്നാണെങ്കിൽ അത് ഓരോ ഷോറൂമിലും എത്തിക്കേണ്ടത് മാനേജർമാരാണ്. പരാതിയുമായി വരുന്ന കസ്റ്റമറെ നേരിടേണ്ടതും ഇവർ തന്നെയാണ്. വാഷിംഗ് മെഷീൻ ഡെലിവറി വൈകുമ്പോൾ കള്ളം പറയാൻ നിർബന്ധിതരാകുന്നതും TV സർവീസ് വൈകുമ്പോൾ പഴി കേൾക്കുന്നതും ഇവർ തന്നെയാണ്. പലപ്പോഴും ഉപഭോക്താവിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ ഇവർക്ക് അധികാരം കാണില്ല. 4 ജീവനക്കാരിൽ നിന്ന് 5,000 പേരിലേക്ക് മൈജി വളർന്നപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് തൊഴിൽ സംസ്കാരമാണ്. ജോലിക്കാർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, കുറഞ്ഞ ശമ്പളം കാരണം തെറ്റു കണ്ടാലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയും, നിസ്സഹായരായി നുണ പറയാനും നിർബന്ധിതരാവുകയും ചെയ്യുന്ന സാമ്പത്തിക സമ്മർദ്ദം, എന്തെങ്കിലും കാരണത്താൽ കച്ചവടം കുറഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇതൊക്കെ കൂടാതെ ഒരുപാട് കേസുകൾ നിലവിലുണ്ടെങ്കിലും പലതും പാവപ്പെട്ടവർക്ക് പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. എനിക്കുണ്ടായ അനുഭവം ഒരു സർവീസിനെ സംബന്ധിച്ചാണെങ്കിലും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. മൈജി ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇനി കുറയാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും മൈജിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ, എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതികരിക്കണം, കേസ് കൊടുക്കണം, കോടതിയിലെത്തണം. എല്ലാവരും എല്ലാം അറിയണം. പ്രതികരിക്കാൻ ആളുകളില്ലാതെ വരുമ്പോഴാണ് കോർപ്പറേറ്റ് കമ്പനികൾ ആളുകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നത്. അതങ്ങ് നോർത്ത് അമേരിക്കയിലും റഷ്യയിലും ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ.